ഹരീഷ് നീതുവിൻ്റെ അച്ഛനോട് പറയും, വെറുതെ കയറി വരട്ടാൻ വന്ന പ്രായമൊന്നും ഞാൻ നോക്കില്ല. ഇത് കേട്ട് നീതുവിൻ്റെ അച്ഛൻ പറയും, വാടി ഇങ്ങോട്ട്, വെറുതെ മനുഷ്യനെ നാണം കെടുത്താൻ. എന്നിട്ട് അവളെ പിടിച്ച് ഓട്ടോയിലിട്ടിട്ട് കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിക്ക് നീതു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹരീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഹരീഷിൻ്റെ കടയിലെ ജോലിക്കാരൻ പറയും, ഇന്ന് ആ കുട്ടിക്ക് കുറേ തല്ലുകൊള്ളും. ആശാന് ആ കുട്ടിയോടൊന്ന് സംസാരിച്ചുകൂടായിരുന്നു. ഹരീഷ് ചോദിക്കും, എന്തിന്? അവൻ പറയും, ആശാനോടുള്ള ദിവ്യപ്രേമത്തിൻ്റെ പേരിലാണല്ലോ ആ കുട്ടിക്ക് തല്ലുകൊള്ളുന്നത്. അപ്പോൾ തൻ്റെ കാമുകൻ തന്നോട് 2 വാക്ക് സംസാരിച്ചല്ലോ എന്നെങ്കിലും ആശ്വസിക്കാമല്ലോ അവൾക്ക്. ഇത് കേട്ടിട്ട് ഹരീഷ് ഓടിക്കും അവനെ. രാത്രി സുധി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധിയോട് വിഷമങ്ങളൊക്കെ പറയാണ് നിധി. സുധി അപ്പോഴും നിധിയോട് പറയും, തനിക്കിപ്പോൾ ചെറിയ പ്രായ, 10-60 വർഷം താൻ അയാളെ എങ്ങനെ സഹിക്കും? അച്ഛനും അമ്മയും പറയുന്നതൊന്നും താൻ ശ്രദ്ധിക്കരുത്, ഇത് തൻ്റെ ജീവിതമാണ്. നിധി പറയും, ഈ കല്യാണം എനിക്ക് വേണ്ട, പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ മുന്നിൽ ഒരു മാർഗ്ഗവും. സുധി പറയും, വേണമെന്ന് വിചാരിച്ചാൽ വേറെ വഴികളൊക്കെ ഉണ്ട്. നിധി പറയും, എന്ത് വഴി? വീണ്ടും അയാളെ തട്ടിക്കൊണ്ടുപോവുക. സുധി പറയും, ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചാലോ? കല്യാണത്തിന് ഇവിടെ പെണ്ണില്ലെങ്കിലോ? ഇയാൾ ഇവിടെ നിന്ന് ഒന്ന് മാറി നിൽക്ക്, പെണ്ണില്ലാതെ കല്യാണം നടക്കില്ലല്ലോ. നിധി പറയും, അയ്യോ ഞാനില്ല. ഇയാളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ വർഷത്തെ തന്നെ ഒരു കുട്ടിയുണ്ടോ, 2ാമത്തെ വർഷത്തിൽ വേറെ ഒരു കുട്ടി, പിന്നെ കുട്ടികളെയൊക്കെ നോക്കി അവരെ സ്കൂളിലൊക്കെ അയച്ച് അവരുടെ ഹോംവർക്കൊക്കെ ചെയ്ത് ചിലപ്പം ഇടയ്ക്കൊരു സിനിമയ്ക്കൊക്കെ പോകുമായിരിക്കും. കുട്ടി കഴിഞ്ഞാൽ കുട്ടിയെടുത്ത് താൻ തന്നെ നടക്കേണ്ടി വരും. ഇത് കേട്ടിട്ട് നിധി പറയും, മതി, ഇനിയൊന്നും പറയണ്ടെന്ന് പറയും. നിധി ഇങ്ങനെ കുറേ ആലോചിച്ചിട്ട് ചോദിക്കും, ഞാനിവിടുന്ന് ഓടിപ്പോയാൽ കല്യാണം മുടങ്ങുമല്ലേ? പക്ഷേ എൻ്റെ അച്ഛനത് വിഷമാവില്ലേ? സുധിക്കും, ഇയാൾ ഇവിടുന്ന് വിഷമിക്കില്ലേ? അത് കണ്ടിട്ട് അച്ഛനെ വിഷമാവുന്നുണ്ടോ? അത് വേണ്ട, അച്ഛൻ പാവാ, അച്ഛൻ ആൾക്കാരുടെ മുന്നിലൊക്കെ നാണം കെടും. സുധി പറയും, എന്നാൽ പിന്നെ സൂര്യയുടെ കൂടെ ഓസ്ട്രേലിയ പോയി ജീവിക്കും. നിധി പറയും, അതൊരിക്കലും ശരിയാവില്ല. നിധി പറയും, ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ പോലീസൊക്കെ അന്വേഷിച്ച് വരില്ലേ? സുധി പറയും, വന്നോട്ടെ, അതിനെന്താ, കുട്ടിക്ക് കല്യാണത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയതെന്ന് പറഞ്ഞാൽ പറയാമെന്ന് ചോദിക്കും. അപ്പം ഞാൻ ഇങ്ങോട്ട് എങ്ങനെ തിരിച്ചു വരികയെന്ന് ചോദിക്കും. സുധി പറയും, കല്യാണ ഡേറ്റ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് ഇവരുടെ കാലിലങ്ങ് വീഴുക, അപ്പോൾ പിന്നെ അവരത് ക്ഷമിക്കും. ഇങ്ങനെ നിധിയോട് സമ്മതമില്ലാതെ കല്യാണം ഉറപ്പിച്ചാൽ നിധി എന്തും ചെയ്യുമെന്നുള്ളൊരു പേടി തോന്നും അവർക്ക്. പിന്നെ ഇയാൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കാം, ജോലിക്ക് പോകാം, എന്ത് ചെയ്യാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? താൻ നല്ലോണം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി, പ്ലാൻ എന്തായാലും വർക്കൗട്ടാവും. നിധി പറയും, വേണ്ട, എൻ്റെ അച്ഛൻ, അമ്മ, ഏട്ടൻ അവരൊക്കെ പാവങ്ങളാണ്, എനിക്ക് വേണ്ടി അവരൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് പറയും. സുധി പറയും, ഇയാളൊന്ന് സമാധാനിക്കുമെന്ന് പറയും. നിധി പറയും, ഇയാളൊന്നും മിണ്ടാതിരിക്കും, ഈ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും ഇയാൾക്കെന്താ, വെറുതെ എന്നെ കൺഫ്യൂസ്ഡ് ആക്കില്ലേ, എനിക്ക് ഈ പ്ലാനൊന്നും വേണ്ട, ഞാൻ പോവാ. അതും പറഞ്ഞ് നിധി റൂമിലേക്ക് പോവാണ്. നിധി റൂമിൽ പോയിട്ട് സൂര്യയോടൊപ്പമുള്ള എല്ലാ സിറ്റുവേഷനും ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നിധിക്ക് ദേഷ്യം വരും. ആ സമയത്ത് സൂര്യയുടെ കോള് വരും, പക്ഷേ നിധി അത് എടുക്കില്ല. സൂര്യയാണെങ്കിൽ പിന്നെ വിളിക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വന്നിട്ട് കട്ടാക്കും. ആ സമയത്ത് ചേച്ചി ഫോണും കൊണ്ട് റൂമിലേക്ക് വരികയാണ്. സൂര്യയാണ്, നിധിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയും. നിധി പറയും, എനിക്ക് സംസാരിക്കേണ്ടെന്നൊക്കെ പറയും. ചേച്ചി നിധിയോട് സംസാരിക്കാൻ പറയും. സൂര്യ നിധിയോട് ചോദിക്കും, നീ എന്താ ഫോൺ എടുക്കാത്തത്? മനുഷ്യൻ്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്, നീ എന്താ അവിടെ ചെയ്യുന്നത്? നിധി പറയും, ഞാനിവിടെ ഉറങ്ങാണ്. അതിനെ ചൊല്ലി സൂര്യയും നിധിയും വഴക്കാവുകയാണ്. സൂര്യയാണെങ്കിൽ എന്തൊക്കെയോ പറയും നിധിയെ, ഞാൻ ഫോൺ വിളിക്കുന്നത് കണ്ടിട്ട് നീ മനഃപൂർവ്വം എടുക്കാതിരുന്നാലേ, നീ എൻ്റെ കോള് കണ്ടില്ലെന്ന് എന്തിനാ നുണ പറഞ്ഞത്? കോൾ എടുക്കാത്തത് എന്തുകൊണ്ടാ? എനിക്കിപ്പോൾ അറിയണം. നിധി അതിന് മറുപടി പറയാനൊന്നും നിൽക്കില്ല. നിധി പറയും, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, കാലത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞ് നിധി കോള് കട്ട് ചെയ്യും. സൂര്യ പിന്നെയും കോള് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിധി പക്ഷേ കോൾ എടുക്കില്ല. സൂര്യയ്ക്കാണെങ്കിൽ നിധി കോൾ എടുക്കാനിട്ട് ദേഷ്യം വരുന്നുണ്ട്. സൂര്യ ഒരു ഭ്രാന്തനെ പോലെ രാവിലെ വരെ നിധിയുടെ ഫോണിലും ചേച്ചിയുടെ ഫോണിലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീറ്റ് താഴോട്ട് വരുന്ന നിധി കേൾക്കുന്നത് തന്നെ അച്ഛനാരോടോ ഫോണിൽ പറയാണ്, ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടമായി, അതുകൊണ്ടാണ് കല്യാണം പെട്ടെന്ന് നടത്താമെന്ന് വിചാരിച്ചത്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവൾ ഓസ്ട്രേലിയയിലേക്ക് പോകും. ഇതൊക്കെ കേട്ടിട്ട് നിധി തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണ്. ഫോണെടുത്ത് മിസ് കോൾ കണ്ടിട്ട് നിധി ഞെട്ടി പറയും, ദൈവമേ, 204 മിസ് കോളോ? ആ സമയത്ത് ചേച്ചി അങ്ങോട്ട് വന്നിട്ട് പറയും, വാ ഭക്ഷണം കഴിക്കാമെന്ന് പറയും. നിധി പറയും, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. ചേച്ചി ചോദിക്കും, എൻ്റെ ഫോൺ എവിടെയെന്ന് ചോദിക്കും. നിധി അതെടുത്ത് കൊടുക്കും. ചേച്ചി അത് നോക്കിയിട്ട് പറയും, 138 മിസ് കോള്, നിങ്ങൾ സംസാരിച്ചതല്ലേ? നിധി പറയും, അതെ, ഞാൻ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞതാ, ഇനി ഇതുകൂടെ കണ്ടോന്ന് പറഞ്ഞ് നിധിയുടെ ഫോണിലെ മിസ് കോൾ കാണിച്ചു കൊടുക്കും. ആ സമയത്ത് അങ്ങോട്ട് വരികയാണ് സൂര്യ. സുധി ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. സൂര്യ പറയും, പോടാന്ന് പറയും. നിധി കാര്യം ചേച്ചിയോട് പറയുമ്പോൾ ചേച്ചി ചോദിക്കും, അതിന് ഇത്രയും മിസ് കോളോ? ഇതിച്ചിരി കൂടുതലാണെന്ന് പറയും. നിധി പറയും, അങ്ങനെ ഒരാളുടെ കൂടെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ച് വിടാൻ പോകുന്നത്. അമ്മ അങ്ങോട്ട് വന്നിട്ട് പറയും, മോളെ വാ, താഴെ സൂര്യ വന്നിട്ടുണ്ട്.